എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് കുറേ റീൽസ് വന്നിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ ഏതോ പെട്രോൾ പമ്പാണ്. അവിടെ ഒരു ടാങ്ക് വന്ന് നിൽക്കുന്നു. ആ ടാങ്കിൻ്റെ ചുവട്ടിൽ എനിക്കൊന്ന് പമ്പിലോട്ട് പെട്രോൾ നിറയ്ക്കുമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും അവിടെ കുറച്ച് തീ കത്തുകയാണ്. അപ്പോൾ വേറൊരാൾ ഈ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേനും അവിടെ നിന്ന കുറേ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഇയാൾ വന്നിട്ട് വളരെ ധൈര്യപൂർവ്വം അത് എന്താ പറയുക തീ കെടുത്താൻ നോക്കുകയാണ്. അപ്പം ഈ ഓടുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ പെട്ടെന്ന് പാനിക്കായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ നോക്കും. ഓക്കെ, എന്തായാലും ആട്ടെ, എന്തായാലും ആ പുള്ളിക്കാരൻ അത് ചെയ്തല്ലോ. ഒരു പുള്ളിക്കാരൻ ആ തീ കെടുത്തിയല്ലോ. ഇനി അടുത്ത വീഡിയോ ഏതോ ഒരു അടുക്കളയാണ്. ആ അടുക്കളയിൽ പെട്ടെന്ന് തീ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് ചെന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഓക്കെ, കൊള്ളാം. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഗൈസ്, പെട്ടെന്ന് ആളുകളുടെ റെസ്പോൺസ് ചിലപ്പോൾ റിയാക്ഷൻ അതായിരിക്കും. അവർക്ക് ഓടിപ്പോണമെന്ന് തോന്നും. ഓക്കെ, ഏതായാലും ഇതുപോലൊരു ധൈര്യമുള്ളവനുണ്ടായിരിക്കും. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഒരു തള്ള അവരുടെ ഇയർബഡ് അടിച്ചു മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരൻ്റെ മെക്കിട്ട് കയറുന്നതാണ് കാണുന്നത്. സംഗതി ഇവിടുത്തെ കോമഡി എന്ന് പറഞ്ഞാൽ ഇവർ പറയും അവരുടെ ബാഗിനകത്ത് നോക്കട്ടെ എന്ന്. അങ്ങനെ ഇവരുടെ ഒരു ബാഗ് ഇരിപ്പുണ്ട്. ആ ബാഗിനകത്ത് നോക്കും. അപ്പോൾ ഞാൻ അവിടോട്ട് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു നിങ്ങൾ ആ ബാഗ് ശ്രദ്ധിക്കണം. ബാഗിലൊരു സിബ്ബുണ്ട്. ആ സിബ്ബ് തുറന്നിട്ട് അതിനകത്ത് നോക്കും. അതിനകത്തൊന്നും ഒന്നുമില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തള്ള ചെറുതായിട്ടൊന്ന് ഞെട്ടി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെയും ബാഗിൽ തപ്പാമെന്നും പറഞ്ഞുകൊണ്ട് ബാഗിൽ തപ്പും. അപ്പോൾ പല പല അറകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നേരത്തെ തുറന്ന അറയുണ്ടല്ലോ, ആ അറയുടെ സിബ് ഇതിൻ്റെ ഇടയ്ക്ക് അഴിക്കും. അഴിച്ചിട്ട് നോക്കണം, ആ അറയ്ക്കകത്ത് ഒന്നുകൂടി ഇവർ നോക്കുമ്പോൾ എന്താണ്, ഇയർബഡ്സ് അതിനകത്ത് ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? തള്ള എന്നിട്ട് അപ്പലൈസ് ചെയ്തോ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും തള്ള വേറെ ആണ്ട് മാത്തൊലിയൊക്കെ അപ്പം ആ സമയത്ത് ഇരുന്ന് പറയുന്നുണ്ട്. എന്തായാലും കേസ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പാവത്താൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഇതായിട്ട് തോന്നുമെങ്കിലും ആ പാവത്താനെ കള്ളനാക്കിയില്ലയോ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട്. ട്രെയിനാണോ ബസ്സോ അങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഫോണിൽ കുണച്ച് കുത്തിയിരിക്കുന്നു. ഇയാൾ പോകേണ്ട ട്രെയിൻ അങ്ങ് പോവുകയാണ്. അവസാനം ഇയാൾ എന്ത് ചെയ്യും? ഓടി കയറാനായിട്ട് പോകുന്ന സമയത്ത് എന്ത് പറ്റും? സാധാരണ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറ്റും. അയാൾക്ക് കയറാൻ പറ്റത്തില്ല. അയാൾ മറിഞ്ഞടിച്ച് വീഴും. അപ്പോൾ ഒരു പോലീസുകാരൻ ഇത് കാണും, മനസ്സിലായി, അയാൾ വന്നിട്ട് രക്ഷപ്പെടുത്തും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ പറയണമുണ്ട് ഗൈസ്. ഫുൾ ടൈം ഫോണിൽ കുത്തിയിരിക്കും. കഴിക്കുന്നുണ്ടാ കഴിക്കുന്നുണ്ട് നമ്മൾ ചോറ് തന്നെ നേരെ അത് എൻജോയ് ചെയ്യണ്ടേ. പിന്നെ ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. ബാത്റൂമിൽ പോകുന്നുണ്ട്, ബാത്റൂമിൽ കുളിക്കാൻ പോയാൽ പോലും ഫോൺ കുത്തിക്കൊണ്ടിരിക്കും. കക്കൂസിൽ പോയാൽ കുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഗൈസ്. റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ കുത്തിക്കൊണ്ടിരിക്കും. റോഡിൽ കൂടെ അതിൽ ഞാനും ഉണ്ട്. എന്തൊരു ആട്ടെ.